എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശുക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയിലേക്ക് വീണ്ടും അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകാൽ ആമേൻ ഹാർവസ്റ്റ് TV-യിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് വിശുദ്ധ ആരാധനയിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ വിശുദ്ധ ആരാധന ഹാളിൽ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. കർത്താവിനെ നാം പാടി ആരാധിക്കുന്നതും തിരുവചനം ധ്യാനിക്കുന്നതും ആത്മീക ശുശ്രൂഷകൾ നിർവഹിക്കുന്നതും ഒന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് നിശ്ചയമായും ഈ വിശുദ്ധ ആരാധന ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന് കാരണമാകുവാൻ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയോട് അടുത്ത് വരികയാണ്. അവങ്കിലേക്ക് നോക്കൽ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. സകല കഷ്ടങ്ങൾ ദൈവം ഞങ്ങളെ വിടുവിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും വളരെ അത്ഭുതകരമായി ദൈവം ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അനേകർ ഞങ്ങളുടെ വലതും ഇടതും വീണപ്പോൾ സർവശക്തനായ ദൈവം ഞങ്ങളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത് വൈരിയുടെ കയ്യിൽ ഞങ്ങളെ വിടുവിച്ച സൗഖ്യവും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഒന്നിച്ച് ആരാധിപ്പാൻ ദൈവം കൃപ നൽകിയിരിക്കാൻ സ്തോത്രം. കർത്താവ് ഈ ഹാർവസ്റ്റ് TV-യിലൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം അയച്ചവരെ സൗഖ്യമാക്കണമേ. അവരുടെ ഹൃദയത്തിലെ മുറിവുകളെ കെട്ടണമേ. ആമേൻ. വചനം ആമേൻ അവരുടെ മേൽ വെളിപ്പെട്ടപ്പോൾ ആത്മാവ് അവരുടെ മേൽ വ്യാപരിച്ചു എന്ന് വായിക്കുന്ന പോലെ കേൾക്കുന്ന വചനങ്ങൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാക്കുവാനിടയാക്കണം. ബന്ധനങ്ങൾ പൊട്ടുവാനിടയാക്കണം. രോഗങ്ങൾ സൗഖ്യമാകുവാനിടയാക്കണം. അനേകരെ യേശുവിനെ അറിയുവാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, പരിശുദ്ധാത്മ നിറവിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തണം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം. വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, മറ്റു വിവിധങ്ങളായി ആരാധന നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് അപ്പോൾ ഞങ്ങൾ അനുഭവിപ്പാനിടയാക്കണം. ഞങ്ങളുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തനായി സ്തോത്രം. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി വാഗ്ദത്തങ്ങളിൽ നിന്ന് അന്യപ്പെട്ട ജാതികളായിരുന്നു ഞങ്ങളെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് മക്കളായി അവകാശികളാക്കി തീർത്തു. അതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തോളം അടുത്ത് വരുവാൻ ദൈവം ഞങ്ങൾക്ക് യോഗ്യത നൽകിയതിനാൽ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. കർത്താവേ, കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. സകല ബഹുമാനം, മഹത്വം, പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. തുറന്നുള്ള ശുശ്രൂഷകളെ മാനിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ നല്ല ആമേൻ അനുഭവങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറയുന്നു. തുടർന്ന് വിശുദ്ധ ആരാധനയിൽ നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പമുണ്ട്. അവരോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് വിശുദ്ധ ആരാധനയായി ദിവസനത്തിൽ കൂടി വരുവാൻ
ദൈവം ഒരുക്കി വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, ദൈവദാസന്മാർ, ഓൺലൈനിലൂടെ, ഹാർവസ്റ്റ് TV വിവിധ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ആരാധിക്കാൻ പോകും. എത്രയൊക്കെ സന്തോഷമുണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ. ഹല്ലേലൂയ. നല്ല കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചതാണ്. ആമേൻ. കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മടുപ്പുമില്ലാതെ ഓരോ ദിവസവും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആരാധിക്കുവാൻ, ഹല്ലേലൂയ, നമ്മൾ കടപ്പെട്ടവരാണ്. ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുവാൻ നമുക്ക് അവസരമില്ല. ഹല്ലേലൂയ. ഈ ആരാധന നിത്യത മുതൽ നിത്യത വരെ തുടരുന്നതാണ്. ആമേൻ. നമ്മുടെ ഒരു ആയുസ് കൊണ്ട് തീരുന്നതല്ല, 60 വയസ്സ് കൊണ്ട് തീരുന്നതല്ല, 80 വയസ്സ് കൊണ്ട് തീരുന്നതല്ല. നിത്യത മുതൽ, ഹല്ലേലൂയ, നിത്യത വരെ ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടവരാണ് നാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവ് നമ്മളെ പൊടിയിൽ നിന്ന് ഹല്ലേലൂയ എടുത്ത്, ഹല്ലേലൂയ, ജീവശ്വാസം നമ്മിലേക്ക് ഊതി മാനം അണിയിച്ച്, ഹല്ലേലൂയ, നന്മകൾ അണിയിച്ച് ഓരോ നിമിഷവും വഴി നടത്തുന്നത് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാനാ, ദൈവത്തെ ആരാധിപ്പാൻ. അതുകൊണ്ട് ഒരിക്കലും ഹല്ലേലൂയ നമുക്കൊരു വിഷമം തോന്നരുത്, മടുപ്പ് തോന്നരുത് കർത്താവിനെ ആരാധിക്കുവാൻ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇന്നുപോലെ കാലം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ദൈവം അത് പ്രസാദിച്ച് നിൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഇന്ന് കാണുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ഹല്ലേലൂയ പാട്ടുപാടി, ചില ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം ജീവനോടെ ഞാനിവിടെ ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാ. ആമേൻ. പിശാചു പല രീതിയിലും ഹല്ലേലൂയ ഒരു മനുഷ്യനെ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവഭക്തനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ പല രീതിയിൽ ഉന്നം വെക്കും. പക്ഷേ പിശാച്, ഹല്ലേലൂയ, അവൻ തോൽക്കും, ദൈവമേ ജയിക്കത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ജയിക്കാനിടയായി തീരും. അവൻ തകരുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ നീ ദൈവത്തെ സേവിച്ചാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ചില ഗാനങ്ങൾ പാടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. പ്രൈസ് ലോർഡ്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ആ നാമത്തെ ഉയർത്തിയാടേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വെച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. നന്ദിയോടെ. കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ.
എന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും, യോർദാൻ കലങ്ങി മറിയും. പാടിയാണ്. ജീവിത ഭാരങ്ങൾ യോർദാൻ കലങ്ങി മറിയും. ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ ഭൂതപ്പേ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ. ഹല്ലേലൂയ. ഏലിയാവിൻ ഭൂതപ്പേ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ നന്ദിയോടെ പാടിയാട്ടെ. എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഹല്ലേലൂയ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. അടുത്ത വരികൾ വിശ്വാസത്തോടൊന്ന് പാടിയാട്ടെ. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. പറഞ്ഞാട്ടെ, ശത്രുവിനെ നോക്കിയൊന്ന് പറഞ്ഞാട്ടെ. നിനക്കെതിരായി വരും ഹല്ലേലൂയ. ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തൻ്റെ ദാസരിൽ നീതിയവൻ. ഓ നിന്റെ ഉടയവൻ നിന്നവകാശം തൻ്റെ ദാസരിൽ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഓ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. അതുകൊണ്ട് പാടിയാട്ടെ. എന്റെ സ്നേഹം മുഴുവൻ, എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെയാരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീ. വിശ്വാസത്തോടെ സ്നേഹത്തോടെ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെയാരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ. പ്രാണപ്രിയ പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ. നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാ. അതുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി പാടിയാട്ടെ. എന്റെ സ്നേഹം യേശുവിന് മാത്രം മുഴു സ്നേഹവും വേറെയാരും അത് കവരത്തില്ല. ഇല്ല. എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരും നീതാ. ഒരു പ്രാവശ്യം കൂടി എന്റെ സ്നേഹം, എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെയാരും കവരുകില്ല. എന്റെ
തെറ്റും തരുന്നീതാ. നല്ല കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. 37 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യം ഇപ്രകാരം കാണുന്നു: ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. ആമേൻ. കർത്താവിന് ഒരുത്തിനോടൊരു ദയ തോന്നിയാൽ, പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനം നേരെയാക്കും. അതിൻ്റെ അർത്ഥം ഒരു വഴി അവന് വേണ്ടി തുറന്നാൽ ഒരു പിശാചിനും അത് അടയ്ക്കാൻ കഴിയത്തില്ല. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവ് അവന് പ്രസാദം തോന്നിയാൽ അവൻ്റെ വഴി ഏത് പിശാച് എതിർത്ത് നിന്നാൽ പോലും, ഹല്ലേലൂയ, സകല ശക്തികളും നിനക്കെതിരായി വന്നാലും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ആമേൻ. രാജാവാക്കുവാൻ, ഇസ്രായേലിൻ്റെ രാജാവാക്കുവാൻ ദൈവം അഭിഷേകം ചെയ്തു. പക്ഷേ അവനെ തകർക്കുവാൻ ശൗൽ പല പ്രാവശ്യം നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. ആമേൻ. അവനെ രാജാവാക്കുമെന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ രാജാവാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ വിളിച്ച ഒരു ഉദ്ദേശത്തോടു കൂടി ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്, അല്ലാതെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. അപ്പം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിലൂടെ സാധിക്കും. എത്രയോട് വിശ്വസിക്കുന്നു? ആമേൻ. കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൂടെ കടക്കുവാൻ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഉറപ്പായിട്ടും അത് കാണുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ. യേശു എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ടെന്ന് ഹല്ലേലൂയ ഒന്ന് പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞാട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി ആരും കാണാത്ത, ആരും ചിന്തിച്ചിട്ടില്ലാത്ത, ആരും നനച്ചിട്ടില്ലാത്തൊരു വഴി എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെന്ന് വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലെ കലമാരർത്ഥം വരുന്നൊരു ഗാനം നമുക്കൊന്നിച്ചു പാടാം. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറപ്പാനും ആകില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ നന്മകൾ മാത്രം ചെയ്യുന്ന നല്ല കർത്താവിനെ ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആ കരങ്ങളേക്ക് ഒന്ന് ചേർത്തടിച്ച് വിശ്വാസത്തോടെ ഒന്നിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പകൽക്കാലം ഞങ്ങളങ്ങെ ആരാധിക്കുമ്പോൾ പുതുവാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാ. പറഞ്ഞാട്ടെ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാ. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ അടച്ചിടുമേ. ഓ തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ അതുകൊണ്ട് പറഞ്ഞാട്ടെ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാ. തുറന്നിടുമേ, തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി. വിശ്വാസത്തോടെ പാടണം. ഹല്ലേലൂയ. ഓ അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയിൻ വാതിൽ അടച്ചിടുമേ. ഓ തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയൻ വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടും. പറഞ്ഞാട്ടെ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാ. കരങ്ങളെ ചേർത്തടിച്ച്. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാ. യേശു ഒരു വാതിൽ, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാ. തുറന്നിടുമേ, തുറന്നിടുമേ
വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ പകൽക്കാലം എനിക്കായി തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി നന്ദിയോടെ പാടിയാണ്. യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്, യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്, യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ അറിയാവുന്ന കർത്താവ്. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ, അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവിൻ. ഹല്ലേലൂയ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിടുവിൻ. യേശു നല്ലവർ, യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്, യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ചേർന്ന് ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, സന്തോഷത്തോടെ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. ഓ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്, യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ ഭൂവാസികളെ യഹോവ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ചില നിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു, വാക്കുമാറാത്തവനായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം മുടിഞ്ഞു പോകാതെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാനിവിടെ ജീവനോടെ ആയിരിക്കുന്നതെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ കർത്താവിനെ, മൗനമായിരിക്കാതെ. ഹല്ലേലൂയ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവരാ. കർത്താവിനെ ആരാധിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇതുപോലെ സന്തോഷത്തോടെ സംഗീതത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഘോഷിച്ചുല്ലസിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. എൻ്റെ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ഇതുപോലെ ദൈവം നിനക്ക് ഉപകാരം ചെയ്തിരിക്കുകൊണ്ട് വിശ്വാസത്തോടെ പാടി ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകൾ ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദി യേശുവേ, നന്ദി അപ്പാ. ഹല്ലേലൂയ. അങ്ങ് എത്ര വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. ഹല്ലേലൂയ. ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറട്ടെ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ. ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് കർത്താവേ, സർവശക്തനായ അങ്ങിൽ ആശ്രയിച്ച് ഞങ്ങളങ്ങേ സ്തുതിച്ചാരാധിക്കുന്നപ്പാ. ഓ ഞങ്ങളെ കൈവിടാത്ത ദൈവം. ഹല്ലേലൂയ. ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവം. പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും ഈ ദൈവത്തെ വിട്ടൊരു ജീവിതം ഞങ്ങൾക്കില്ല കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് എത്ര നല്ലവൻ. ഹല്ലേലൂയ. ഈ പ്രശ്നം ഞങ്ങൾ ഹല്ലേലൂയ ഓവർകം ചെയ്യും. ഞങ്ങൾ വിശ്വാസത്തോടെ അങ്ങേ സ്തുതിക്കും. ഹല്ലേലൂയ. ശത്രു കാണുകെ ഞങ്ങൾ അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ. ഞങ്ങളെ ഉയർത്തുന്ന ദിവസം വരാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സ്ഥിതികൾ മാറാൻ പോകുന്ന ദിവസം വരുന്നതിനായി സ്തോത്രം.
കരങ്ങളെ ചേർത്ത് വെച്ച് സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. മടുപ്പെല്ലാം മാറി കർത്താവിനെ സ്തുതിക്കാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എന്റെ യേശു നല്ലവൻ പറഞ്ഞാട്ടെ. യേശു നല്ലവൻ. ആദരങ്ങൾ കൊണ്ടൊന്ന് പറഞ്ഞാട്ടെ. യേശു നല്ലവൻ, വിശ്വസ്തൻ. ഹല്ലേലൂയ. Hallelujah, hallelujah. Praise Jesus. Hallelujah. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നമ്മുടെ കർത്താവിനെ ഇതുവരെയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് സൗഭാഗ്യം നൽകിയല്ലോ. കർത്താവിനെ പാടി ആരാധിപ്പാനും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാനും പ്രാർത്ഥനയിൽ സമയങ്ങൾ ചെലവഴിപ്പാനും വിശുദ്ധ ആരാധനയിൽ ഒന്നിച്ച് ദൈവസല്ലായിരിക്കാൻ കർത്താവ് നമുക്കിടയാക്കി. തുടർന്ന് നാം ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനു മുമ്പായി ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ലോകമെമ്പാടും ഹാർവസ്റ്റ് TV-യിലൂടെ മറ്റ് മീഡിയയിലൂടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഇന്ന് പകൽ നമ്മോടൊപ്പം ഉള്ളത്. ദൈവിക വാഗ്ദത്തങ്ങളിൽ ദൈവം നടത്തുവാൻ സഭയായി നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരങ്ങളിലേക്ക് ഈ വചനം എത്തിക്കുവാൻ, ഈ ആരാധന എത്തിപ്പാൻ ആ കുടുംബം നമുക്ക് വേണ്ടി നമ്മുടെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നല്ലോ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്ന് ദൈവവചന ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ ശക്തമായ ദൈവവചന ശുശ്രൂഷ നമുക്ക് നൽകുവാൻ, കേൾക്കുന്ന ഓരോ വ്യക്തികളിലും അനുഗ്രഹവും വിടുതലും ആയിത്തീരുവാൻ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജയൻ എബ്രഹാം മുന്നോട്ട് കടന്നു വന്ന് ഈ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ദിവസത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് രുചിച്ചറിയുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഇന്നത്തെ ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ കടന്ന് ചെല്ലുവാൻ തക്കോണം, അനേകരിലേക്ക് കർത്താവെ ഈ വചനം കടന്നു ചെല്ലുവാൻ തക്കോണം ഇന്ന് ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചതായിട്ടുള്ള കർത്താവെ പ്രിയ വാത്സല്യ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവർ കൈത്താങ് നൽകിയപ്പോൾ കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ വചനം പറയുന്നത് മാതിരി ഞാൻ അവരെ വിട്ടുപിരിയാതെ ഹല്ലേലൂയ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തമാണല്ലോ. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ ഹല്ലേലൂയ സ്വർഗീയ ദാനങ്ങളാലും സ്വർഗീയ കൃപകളാലും സ്വർഗീയ നന്മകളാലും ഈ കുടുംബത്തെ ഹല്ലേലൂയ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ദൈവദാസന്മാർ ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന കർത്താവേ, വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷക്ത ദാസൻ അനി ജോർജ് പാസ്റ്ററിനെ ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് ഹല്ലേലൂയ അങ്ങയുടെ വചനം വിളമ്പി തരുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനത് അനുഗ്രഹമായി, ജീവനായി, ചൈതന്യമായി, സൗഖ്യമായി, ആശ്വാസമായി തീരുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നമുക്കൊന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് ദൈവസനെ പ്രാർത്ഥിപ്പാനും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം അത്ഭുതകരമായ വഴികളും മറുപടികളും നൽകി കർത്താവരെ ആദരിക്കട്ടെ എന്ന് വീണ്ടും നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ വിശുദ്ധ ആരാധനയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് ദൈവവചന ശുശ്രൂഷ. കർത്താവിൽ പ്രസിദ്ധനായ നമ്മുടെ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ അനി ജോർജ് അവറുകൾ തുടർന്ന് ആധികാരികമായി ദൈവവചനം സംസാരിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ലോകമെമ്പാടും നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനി ജോർജ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കും. നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ,
ഓൺലൈനിലൂടെ പല സ്ഥലങ്ങളിൽ ഇരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരവസരം കൂടെ നമുക്ക് ഈ ഭൂമി തന്നതുകൊണ്ട് കൈ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായൊരു വചനമാണ്. നമുക്ക് ബൈബിൾ തുറക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വാക്യം അറിയാത്ത ആരും തന്നെ ഇവിടെയില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും നമ്മൾ കൊണ്ടുവരാൻ പോവുക. ഇസ്രായേലിയ സ്ത്രീകൾ അവരുടെ അമ്മമാരും അപ്പന്മാരും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ തലമുറയിൽ ക്രിസ്തു ജനിക്കും, സ്ത്രീയുടെ സന്തതിയായി തന്നെ ജനിക്കും. അത് നിങ്ങളിലും ആകാം. ആ സ്ത്രീകൾ വളരെ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവേ നിന്റെ പ്രവൃത്തിക്കായി എന്നെ തിരഞ്ഞെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ മറുപടി മറിയയുടെ ലൈഫിൽ വെളിപ്പെട്ടു വന്നതാണ് ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം. അവിടെ അവൾ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് എഴുതിയിരിക്കുക, അവൻ്റെ കരുണ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ആ വചനം ധ്യാനിക്കാനായിട്ട് 35-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണം. വായിച്ചെങ്കിലേ നമുക്ക് ആ വാക്യം നമുക്ക് ഇച്ചിരൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ മറിയനടുക്കൽ ദൂതൻ വന്നേച്ച് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പനും അമ്മയും ഇട്ട പേര് മറിയെന്ന, പക്ഷെ കർത്താവ് ഇട്ട പേര് കൃപ ലഭിച്ചവളെ എന്ന. സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കർത്താവ് നിങ്ങളെ ഒരു ഓമന പേരിടണമെന്നൊക്കെ? സ്തോത്രം. അപ്പനും അമ്മയിട്ട പേരിനകത്ത് നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല, പേടിക്കുകയൊന്നും വേണ്ട. അപ്പനൊരു പേരിടാൻ പറഞ്ഞാൽ മതി. ചില വീട്ടിലൊക്കെ ചില പിള്ളേർക്ക് പേരുണ്ടെങ്കിലും അപ്പനും അമ്മയും വിളിക്കുന്ന ഓമന പേരുണ്ട്. സ്തോത്രം. പപ്പി മോള്, കുട്ടുമോള്, കുട്ടുമോന്, സ്തോത്രം, മുത്ത്, ചക്കര, ഇങ്ങനെയൊക്കെ. നിങ്ങളാരും കേട്ടിട്ടില്ലാത്തോലെ എന്നെ നോക്കുന്നു ഇല്ലേ? ഇതുപോലെ ദൈവം വേദപുസ്തക ചരിത്രത്തിൽ ഒത്തിരി പേരെ ദൈവം ഓമന പേരിട്ടിട്ടുണ്ട്. ദാനിയേലിന്റെ അടുക്കൽ ചെന്ന് പ്രിയ പുരുഷനായ ദൈവയുടെ പേര് പ്രിയ പുരുഷൻ. അപ്പം ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. സ്തോത്രം. അപ്പോൾ അവൾ ചോദിച്ചു, ഇത് എന്തൊരു വന്ദനം? ഇന്ന് വരെ കേൾക്കാത്തൊരു വന്ദനം. അവളോട് പറയുകയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ അവൾ ചോദിക്കുക, പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ കൊടുക്കാൻ മറുപടി. സ്തോത്രം. അതാ വായിച്ചു കേട്ടത്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെ നിൽക്കാൻ പോവും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിന്റെ പദ്ധതി ഒരു വ്യക്തിമേൽ വെളിപ്പെടുത്തുവാൻ ദൂതൻ പറയാം, നിന്റെ മേൽ ഇതുവരെ ഇല്ലാത്തൊരു നിഴല് ഇപ്പം മുതൽ വരാൻ തുടങ്ങും. ആ നിഴൽ എന്താന്ന് നീ കേട്ടോണം. സ്തോത്രം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടാൻ തുടങ്ങും. ഞാനാണ് അല്പനേരം ഒന്ന് നിൽക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി ഒരു വ്യക്തിയിൽ രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ ദൈവദൂതൻ ദൂത് കൊടുക്കുക, ഇതുവരെ നിന്റെ മേൽ വീണ നിഴലല്ല, ഇന്നൊരു പുതിയ നിഴൽ നിന്റെ മേൽ വീഴാൻ പോവാ. ആ നിഴലാണ് അത്യുന്നതന്റെ നിഴല്. ഞാനിവിടെ നിന്നോടൊരു ദൂത് പറയാം. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെക്കുറിച്ച് കുറിച്ചു വെച്ച ചില കാര്യം നിന്റെ കുടുംബത്തിൽ ഉരുവായി വരാനും
നിന്നിൽ ഉരുവായി വരാനും നിന്റെ ജനറേഷനിൽ വെളിപ്പെട്ട് വരാനും ഇതുവരെ നിന്റെ മേൽ ഇല്ലാത്തൊരു നിഴല് ഇന്നെൻ്റെ ദൈവം നിന്റെ മേൽ അയക്കട്ടെ. സ്തോത്രം. അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-ാം വാക്യം കാണാതറിയാവുന്ന വാക്യമാണ് പറയുന്നത്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുകയാണ്. പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക, അന്ധകാരം ഈ ഭൂമിയിൽ പലരെ മൂടിക്കൊണ്ടിരിക്കുക. അന്ധകാരത്തിൻ്റെ നിഴല് പല വീടുകളെ മൂടിക്കൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത പദം പറയാം, ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. അടുത്ത വാക്യം കൂടി ശ്രദ്ധിച്ചേ, ആഴത്തിൻ മീതെ. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഈ ശൂന്യതയുടെ പിമ്പിൽ വേറൊരു ഇരുളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ടാ അല്ലേ? ഈ ഭൂമി കൊള്ളത്തില്ല, പിന്നെ അടുത്തൊരു ഭൂമി ദൈവത്തിനെ ഉണ്ടാക്കിയാൽ പോരായോ? അല്ല, ദൈവം അങ്ങനെയല്ല ചെയ്യുന്നത്. ദൈവം ഉണ്ടാക്കിയതിൽ ശൂന്യത വിതച്ചാൽ അതിനെ വീണ്ടും ദൈവം പുനരുദ്ധരിപ്പിക്കും. ഒരാമീൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. എന്തോ ഒരു ചെറിയ ദൈവം ഒരു പ്രവൃത്തി നടക്കാൻ പോവുക. ശൂന്യമായ ചില പ്രതലത്തിൽ ഇതുവരെ നടക്കാത്ത ചില സൃഷ്ടിപ്പ് ഇനി നടക്കാൻ പോവുക. സ്തോത്രം. അതിനർത്ഥം എന്തുവാ? ആരുടെയെങ്കിലും ലൈഫ് ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുക, നീ കാണാത്ത ആഴത്തിൽ ഒരു ഇരുട്ട് കിടപ്പുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കണം, നിന്റെ മീതെ ആത്മാവ് ഇരിപ്പുണ്ട്. ആത്മാവ് വെള്ളത്തിന് മീതെ എന്ത് ചെയ്തു? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ കണ്ണിന് കാണാത്ത ചില ഇരുള് ആഴത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഓ, ഇച്ചിരൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ, ഈ എലീശാ പ്രവാചകന്റെ ശുശ്രൂഷ കാലയളവിൽ എലീശാ പ്രവാചകൻ ഇരട്ടി അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിച്ചൊരു പട്ടണത്തിൽ വന്നപ്പം പട്ടണക്കാരെല്ലാം കൂടെ എലീശാ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം. എന്നിട്ട് അവർ പറയുക, സ്തോത്രം, പ്രവാചക, ഞങ്ങളിരിക്കുന്ന പട്ടണം അതിമനോഹരമാണ്, പക്ഷേ ഞങ്ങളുടെ പട്ടണത്തിനൊരു പ്രശ്നമുണ്ട്. ഈ പട്ടണത്തിലെ വെള്ളം കുടിക്കാൻ കൊള്ളുകയില്ല. കുടിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം, ഒരു കാര്യമുണ്ടാകും. ഞങ്ങളുടെ വീടുകൾക്കകത്ത് സ്ത്രീകളിൽ ഗർഭനാശം സംഭവിക്കും. അതെന്താ കാര്യം? ഞങ്ങളുടെ കണ്ണിന് കാണാത്ത വെള്ളത്തിൻ്റെ നീരൊഴുക്കിനകത്തൂടെ ഒരു ഇരുട്ടു യാത്ര ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ പട്ടണത്തിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുക. പ്രവാചകന്റെ വാക്ക, ഒരു തളികയിൽ ഉപ്പ് കൊണ്ടുവാ, നിന്റെ കണ്ണിന് മറയുന്ന ഇരുട്ടിനെ ഞാൻ ബ്രേക്ക് ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. എനിക്കിവിടെയും ഒരു ദൂത് സഭയോട് പറയാനുണ്ട്. അനുഭവ യോഗ്യമല്ലെന്ന് പറഞ്ഞ പലതും ഈ ദിവസങ്ങൾ അനുഭവ യോഗ്യമാകും. നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലെന്ന് പറഞ്ഞ പലതും നിന്നെ കൊണ്ട് ദൈവം അനുഭവിപ്പിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കണ്ണോടിയെത്താത്തിടത്തൂടെ യാത്ര ചെയ്യുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം നീ അനുഭവിക്കേണ്ട നന്മയോടെ പറ്റിച്ചേർന്ന്, ഓ ജീസസ്, നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നിന്റെ കുടുംബത്തിനകത്ത് നാശം വിതയ്ക്കുന്ന ആ വാക്യം ദൈവദാസി ഒന്ന് വായിച്ചു കേൾപ്പിക്കും. രാജാക്കന്മാരുടെ പുസ്തകം. അനന്തരം ആ പട്ടണക്കാർ രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നെന്ന് പറഞ്ഞു. അതിനവൻ, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീനെന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇരട്ടി അഭിഷേകത്താൽ നിറഞ്ഞ ഞാൻ പഥ്യമാക്കിയിരിക്കുന്നു. ഇനിയും ഇതിനാൽ മരണവും ഗർഭനാശവും ഈ വെള്ളം കുടിച്ച മരിക്കുകയല്ല, ഈ വെള്ളം കുടിച്ചാൽ ഉദരത്തിൽ കിടക്കുന്ന നശിക്കുകയല്ല, ഗർഭനാശവും ഉണ്ടാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. അടുത്തത്, എലീശാ പറഞ്ഞ പോലെ ആ വെള്ളം ഇന്ന് വരെ പഥ്യമായി, വെള്ളം ഇന്ന് ഈ ദൂത് പറയുന്നിടം വരെ പഥ്യമായിരിക്കുന്നു. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. നീ അനുഭവിക്കേണ്ടത്, നിന്റെ ദാഹം തീർക്കേണ്ടത്, അതിനോട് പറ്റി മറ്റൊരു ഇരുട്ട് യാത്ര ചെയ്യുക. പ്രവാചകൻ പറയുക, ഇന്ന് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യും.
ഇതുകൊണ്ട് ഇനി നിന്റെ കുടുംബത്തിൽ നാശം ഉണ്ടാകത്തില്ല. ആഴത്തിൽ വ്യാപരിക്കുന്ന ഇരുളിനെ ശ്വാസിച്ചകറ്റുന്ന ദൈവകൃപയുടെ വ്യാപാരം. നിങ്ങൾ ഇച്ചിരി കൂടെ ശ്രദ്ധയോടെ ഈ ദൂത് ശ്രദ്ധിക്കുന്നെങ്കിൽ ഇവിടെ ഗഹനമായ ചില കാര്യം പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ദൂത് ശ്രദ്ധിച്ചേ, നീ കാണാത്തിടത്ത് ഒരു ഇരുട്ട് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ നിഴൽ യാത്ര ചെയ്യുന്നു. അതാണ് നിന്റെ കുടുംബത്തിലും നിന്റെ വീട്ടിലും വരുത്തിയ നാശം, ശൂന്യത. സ്തോത്രം. രണ്ടാമത്തെ ഒരു ദൂതൂടെ വായിക്കാം. സ്തോത്രം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യം. ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും മരണ നിഴലിൽ ഇരിക്കുന്ന ദേശം. വാക്യം വായിച്ചു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇവിടെ രണ്ടാമത്തെ ദൂതാണ് മരണ നിഴലിൽ ഇരിക്കുന്ന ദേശം. മുമ്പേ വായിച്ചു, ആഴത്തിന്മീതെ ഒരു ഇരുളി നിൽക്കുന്നു. ഇവിടെ പറയുകയാണ് ഒരു ദേശം. മേളിലുണ്ട് സെബൂലൂൻ, നഫ്താലി. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീല. ഇവിടെ ഇപ്പം വന്ന് കിടക്കുന്ന അത് അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ മരണ നിഴല് വീണ് കിടക്കുക. സ്തോത്രം. നിങ്ങൾ ഇനി എന്നെ ഇച്ചിരി നേരം ഒന്ന് ശ്രദ്ധിക്കണം. 2 സന്ദേശം ഞാൻ പറഞ്ഞു. നിന്റെ കണ്ണിന് മറഞ്ഞ് ഒരു ഇരുളിൻ്റെ നിഴല്. 2, നീ പാർക്കുന്ന ദേശത്ത് ഒരു മരണനിഴല്. യെശയ്യാവ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ കാണുന്നു, അന്ധകാരം ചില വീടുകളെ കയറി മൂടുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ദൂത് പറയാം, മറിയേ, അന്ധകാരം മൂടുന്ന ഭൂമിയിൽ, കണ്ണിന് മറിഞ്ഞ് നാശം വിതയ്ക്കുന്ന ഭൂമിയിൽ, മരണം നിഴല് വീണ ഭൂമിയിൽ നിന്റെ മേൽ മറ്റൊരു നിഴല് വീഴാൻ പോവാ. ആ നിഴല് നിന്റെ ചാർച്ചയിൽ ആർക്കുമില്ലാത്തൊരു അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ വെളിവാകും. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ചില വീടുകൾക്കകത്തൊക്കെ ഞാൻ ഒരിക്കലൊരു വീട്ടിൽ പോകേണ്ടതായ സാഹചര്യമുണ്ടായി. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ മുഴുവൻ കടബാധ്യതയാണ്. അവരോട് ഞാൻ ചോദിച്ചു, എത്ര രൂപ കടമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം വരെ 3 കോടിയിലധികം കടമുണ്ട്. എന്നെ പാസ്റ്റർ ഇവിടെ വന്നപ്പോൾ കടമുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം, ഞാൻ പറഞ്ഞു, ഞാൻ ഈ നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു. സ്തോത്രം. നിന്റെ സമ്പത്തിനെ തിന്നുന്ന ഒരു ഇരുള് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പരിശ്രമിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ശ്രദ്ധിക്കണം. ഇപ്പം ഞാനൊരു കസേര ഇരുന്നാൽ വീട്ടുകാരൻ എന്നോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പം ബി അബ്രഹാം പാസ്റ്റർ വീട്ടിൽ ചെന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം എന്നോട്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തത്രപ്പാട് കാണിക്കുക. പോയില്ല. ഇതുപോലെ ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒരു ഇരുട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തത്രപ്പാട് കാണിക്കുക. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഈ ഇരുള് ഈ വീട്ടിൻ്റെ നന്മയെ തിന്നുകളയുന്ന ഇരുളാണ്. ഞാൻ അവരോട് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനൊരു ആത്മീക വെളിപ്പാടിലോട്ടാണ് വരുന്നത്. ഇന്ന് ചില വീടുകളുടെ മേൽ കിടക്കുന്ന അരുതാത്ത നിഴലൊക്കെ ഇന്ന് മാറണം. നിന്റെ സാമ്പത്തികമാകാം, ആരോഗ്യമാകാം, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. വചന വെളിപ്പാടിലോട്ട് വരാൻ പോവാ. നിന്നെ ഗതി പിടിപ്പിക്കാത്ത ആ നിഴല് നിന്റെ അനുവാദമില്ലാതെ എപ്പോഴും ഓർക്കണം, ശ്രദ്ധിക്കണം. ചില വെയിലുള്ള സമയത്ത് കണ്ടിട്ടില്ലയോ, ഈ ഒരാൾ നിൽക്കുമ്പോഴാണ് അയാൾക്കൊരു നിഴലുള്ളത്, അല്ലേ? ഈ മനസ്സിലാകാനേ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ വർഷം പോയ ആരെങ്കിലും ഉണ്ട് കൈവക്കിക്ക്? നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് ഒരു തണലും ഇല്ലാത്ത സ്ഥലമാണ്. പോയിട്ടുള്ളവർക്കറിയാം. പിന്നെ എങ്ങാനും ഒരു തൂണ് നിൽപ്പുണ്ടേ, ആ തൂണിനോട് കയറി ഇങ്ങനെ നിൽക്കും. ഒരിലയോ ചിലപ്പോൾ ഒരു വട്ടയോ ഏതെങ്കിലും ഒന്നിൻ്റെ ഇലയായിരിക്കും. കാറ്റാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാടോ ആടുന്നേ, മേളിൽ നിൽക്കുന്ന പുള്ളി സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ആടുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നിഴലിന് പിമ്പിൽ ഒന്നീ ഒരു വ്യക്തിയുണ്ട്, അല്ലെ ഒരു ശക്തിയുണ്ട്. സ്തോത്രം.
മറിയോട് പറയാം, മറിയേ, നിന്റെ കൂടാരത്തിനകത്തൊരു പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്താൻ പോവാ. ആദ്യ പടി നിന്റെ മേലൊരു നിഴല് വീഴും. ഒരാമയും വരുന്നില്ല. ഇന്നിവിടെ ഇരിക്കുന്ന ചില ദൈവമക്കളോട് പറയാ, ഇന്നും നിന്നെ വെറുതെ വിടത്തില്ല. ഇന്നലകളിൽ നിന്റെ മേൽ മൂടിയ നിഴലുകൾ ഇന്നുകളിൽ നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറിയിട്ട് ദൂതൻ സ്വർഗത്തിൽ നിന്ന് പറയുക, നിന്റെ മേൽ മറ്റൊരു നിഴല് ഇതുവരെ പുറത്തു വരാത്തത് എന്തോ നിന്നിന്ന് പുറത്തു വരുക യേശുവിൻ്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ ചിലത് നിന്നിൽ ഉരുവാകാൻ പോവുക. നിന്റെ വഴി പുറത്തു വരാൻ പോവുക. നിന്നിൽ നിന്ന് മുള പൊട്ടാൻ പോവുക. നിന്നിൽ നിന്ന് നിന്നെ മാത്രമാണ് ഇന്ന് നീ പിടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നീ കേൾക്കാൻ പോകുന്ന വാർത്ത, ഒരു നിഴൽ എൻ്റെ മേൽ വീണിട്ടുണ്ട്. ചിലരുടെ ശുശ്രൂഷ മാറാൻ പോവുക. ദൈവത്തിൻ്റെ നിഴൽ നിന്റെ മേൽ വീണിരിക്കുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇച്ചിരൂടെ ഗഹനമായി പറയാം, ചുരുക്കി പറയാം. ഞാൻ ആ വീട്ടിൽ സ്തോത്രം കുറച്ചു നേരം വർത്താനം പറഞ്ഞ് കുറച്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആത്മാവി കണ്ടു, ആ വീടിൻ്റെ നന്മകളെ കാർന്നു തിന്ന ദുഷ്ടശക്തി ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്ന പോലെ പ്രാർത്ഥനയുടെ പായ വന്നു നിന്നു. സ്തോത്രം. അന്നത്തെ ശുശ്രൂഷയിൽ ആ ദുഷ്ടശക്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ കണ്ടപ്പോൾ പറയാ, പാസ്റ്ററേ, എങ്ങനെ അറിയുന്നേരത്തില്ല കടമൊക്കെ വീട്ടാനുള്ള വഴികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മിണ്ടുന്നില്ല. ആയുസ് മിണ്ടാത്ത കസിനൊക്കെ വന്ന് ചോദിക്കുക, നീ ഇങ്ങനെ കടമിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാടാ? എനിക്ക് കുറച്ച് പൈസ കടപ്പുണ്ട്, നിനക്ക് തരാം, പിന്നെ ഉള്ളപ്പോൾ തന്നാൽ മതി. ഒരു കസിൻ തന്നു കടം വീടി, അടുത്ത ബ്രദർ തന്നു കടം വീടി. ചുരുക്കി പറയാം ബ്രദറെ, ഇപ്പം 50 ലക്ഷത്തിൽ താഴെ കടവേ ഉള്ളൂ. ചോദ്യം ഞാൻ ചോദിച്ചു, ഇത്രയും നാൾ ഈ കസിൻസ് ഇത്രയും നാൾ കണ്ടാ മിണ്ടത്തില്ലായിരുന്നു, ഈയിടെ തൊട്ട് മിണ്ടുക. എന്നാ നിന്റെ വീട്ടിൽ ചിദ്ദിരിപ്പുണ്ടാക്കുന്ന പുള്ളി ഇറങ്ങിപ്പോയി. നിന്നെ രോഗിയാക്കുന്ന ശക്തി ഇറങ്ങിപ്പോകണം. നിന്റെ കുടുംബത്തിൽ മാനസിക യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് ഇന്നിവിടെ പ്രാർത്ഥിച്ചെഴുന്നേക്കുമ്പോ നിന്റെ മേൽ ആത്മാവിൻ്റെ നിഴല് വീഴണം. കർത്താവ് ഒരിക്കല്, നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് പറയാം, കർത്താവ് ഒരിക്കല് ശിഷ്യന്മാര് 3 പേരെയും വിളിച്ചുകൊണ്ട് മറുരൂപ മലയുടെ നെറുകയിലേക്ക് കയറിപ്പോയച്ച് അവരുടെ മുമ്പിൽ ഒന്ന് രൂപാന്തരപ്പെട്ട് കർത്താവ് ഭൂമിയിൽ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയ തേജസ്സിൽ കർത്താവ് ഒന്ന് മിന്നിക്കൊണ്ടിരിക്കുമ്പം 17-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, മിന്നിയപ്പം ഇവര് പറഞ്ഞു, മിന്നിയപ്പോൾ ഒരു കാഴ്ച ഉണ്ടായി. മോശയും ഏലിയാവും ഇവരോട് സംഭാഷിക്കാൻ തുടങ്ങി. അമ്മ ശ്രദ്ധിക്കണം, ദൈവവുമായിട്ടുള്ള സമ്മേളനം നടക്കുക. സ്തോത്രം. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങനാണ് ഇനിയും താഴോട്ട് പോകാൻ പ്ലാനില്ല. ഇവിടെ നമുക്ക്. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ദൈവസാന്നിധ്യം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ദൈവത്തെ വിട്ടു പോകുകയില്ല. ഇടമിണ്ടുന്നില്ല. സ്തോത്രം. കർത്താവേ, നിനക്ക് സമ്മതമാണ്, ഞാൻ ഇവിടെ താപ്പോട്ട് പോകുന്നില്ല. കായലോരത്ത് ആ വീട് വെക്കണമെന്ന് പത്രോസ് വിചാരിച്ചേ. ഇപ്പൊ പറയാ, വീടും വേണ്ട, കായലോരവും വേണ്ട, പർവ്വതത്തിന്റെ മുകളിൽ മതി വീട്. അപ്പം സ്തോത്രം, വീട് വെച്ചിട്ട് പത്രോസ് തന്നെ വീട് പൗത്തു കൊടുക്കുക. കേട്ടോ. കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. 3 വീട് ഞാൻ ഉണ്ടാക്കാം. കാശൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പറഞ്ഞു. നിന്റേതോ? എനിക്ക് വീട് വേണ്ട, വെളിയിൽ കിടന്നോളാം. ആ സാന്നിധ്യം കണ്ട വീടിന് വെളിയിൽ കിടക്കുന്നതിന് അത്ര മനോഹരമാ. വൈര് അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം, പത്രോസ് യേശുവിനോട് പറയുമ്പം പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. അവരുടെ മേൽ വന്ന് നിഴലിടാൻ തുടങ്ങി. അവര് നോക്കിയപ്പോ ഒരു കാഴ്ച, ഇതുവരെ ഇല്ലാത്ത ഒരു നിഴല് ഞങ്ങളുടെ മേലോട്ട് വരാൻ തുടങ്ങി. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോ ഇല്ലാത്ത നിഴല്, കുഷ്ഠരോഗി സൗഖ്യമായപ്പോ ഉണ്ടാകാത്ത നിഴല്, മരിച്ചവൻ ഉയർത്തപ്പോൾ ഉണ്ടാകാത്ത നിഴല് ആ മലയുടെ മുകളിൽ വെച്ച് ഞങ്ങളുടെ മേൽ വന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് ഈ ആരാധന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ ഇതുവരെ വെളിപ്പെടാത്തൊരു ദൈവിക നിഴല്
ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിൽ എന്തോ നടക്കാൻ പോവുക. ആരും കേൾക്കാത്തത് നീ കേൾക്കും, ആരും കാണാത്തത് നീ കാണും, ആരിലും ഉരുവാകാത്ത ചില നന്മകൾ നിന്നിൽ ഉരുവാകും. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. ഇന്ന് ദൈവദൂതന്മാർ യോഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരൊരു ശുശ്രൂഷ ചെയ്യാൻ പോവുക. നിന്റെ കൂടാരത്തിനകത്ത് ആത്മീയ അന്തരീക്ഷം കെടുത്തുന്ന ചില നിഴലുകളെ ഇന്ന് വെട്ടിക്കളയും. ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ തമ്മി വാക്കു ചേരാതെ എന്നും ഭിന്നതയെ അടിച്ചുവിടുന്ന, ആത്മീകതയെ തകർക്കുന്ന, ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്ന ആ ദുരാത്മാവിന്റെ നിഴലിനെ ദൈവം ശാസിക്കും. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. പെട്ടെന്ന് ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. സ്തോത്രം. എന്നിട്ട് അടുത്തോടെ വായിച്ചേ. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. പിന്നെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു. ഓ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുവരെ അവരുടെ ലൈഫിൽ ഉണ്ടാകാത്തൊരു കാര്യം. സ്തോത്രം. ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. അടുത്ത പദം കേട്ടോ, ഒരു ശബ്ദം അവർ കേൾക്കുക. ഒരു ദൂതൂടെ ഞാൻ പറയാം. നിന്റെ വീട്ടിൽ ഇന്നലകളിൽ കേട്ട ശബ്ദത്തിന്റെ പിമ്പിൽ ഒരു പൈശാചികത്വം ഉണ്ടെങ്കിൽ ഇന്നത് പൊട്ടണം. ഓ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുക. നിങ്ങൾ എന്നോട് അത് എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കൽ സ്തോത്രം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ആ വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരാണ്. അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ വന്നത് ഉപകാരമായി. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം സംസാരിക്കുമ്പം, വാ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ നാക്ക് മേലെണ്ണാക്കെ ചെന്ന് മുട്ടും. സുവാണോ? അങ്ങനല്ലേ നമ്മുടെ നാക്ക് സംസാരിക്കുമ്പോഴേ. പക്ഷെ ഞാൻ ഈ പുള്ളി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാണുക, ഈ പുള്ളിയുടെ നാക്കല്ല, ആ സ്ഥാനത്ത് ഒരു പാമ്പ. അപ്പം എനിക്ക് പുള്ളിയോടൊന്നും മിണ്ടാനും പറ്റുന്നില്ല. ഞാൻ കസാര ഇച്ചിരൂടെ നീക്കിയിട്ടിരുന്നു. സ്തോത്രം. അച്ചാണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അച്ചാണ്ട് പറഞ്ഞു, അച്ചാ എത്ര വയസ്സുണ്ട്? 71 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു, നാക്കലൊരു പാമ്പുണ്ടല്ലോ. അമ്മാമ്മ പറയാ, ഞാൻ പറയാനിരിക്കുമായിരുന്നു. അതെന്നാ? ഈ അച്ചായം വിളിക്കുന്ന ചീത്ത കേട്ടാ മിണ്ടുന്നില്ല. എൻ്റെ പൊന്ന് പാസ്റ്റേ, 7 ആറ്റി കുളിച്ചാ തീരാത്ത, മലയാളത്തിൽ ഇത്രയും ഇഷായും ഇന്നായും ഇറായും ഒക്കെ ഉണ്ടോന്ന് അച്ഛനോട് ചോദിച്ചാൽ മതി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറഞ്ഞ അച്ഛ സ്വയല്ല, അച്ഛൻ്റെ ദേഹത്ത് ഒരു ഐറ്റം ഉണ്ട്. ചുരുക്കി ഞാൻ പറയാം, ആ മോനും മോളും കൂടെ, ആ അദ്ദേഹത്തിൻ്റെ മൂത്ത മോനും ഭാര്യയും കൂടെ ഞങ്ങൾക്ക് ചുറ്റും വന്നിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് ചീത്ത വിളിയാ. ഞങ്ങളുടെ അച്ഛൻ എന്തോരു നല്ല അച്ഛൻ, ചില സമയത്ത് ഈ അച്ഛനങ്ങ് ഇളകും. ഞാൻ വലിയൊരു കാര്യത്തിലും കൂടെ മനസ്സിനെ കൊണ്ടിരുന്നേ. എൻ്റെ പാസ്റ്ററെ, കുറേ നാളായിട്ട് ഈ വീട്ടിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും പൈശാചികത്വം മാത്രമാണ്. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ മനുഷ്യൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ആ മനുഷ്യൻ്റെ നാക്കിൽ നിന്ന് ഒരു ദുഷ്ടശക്തി ഇറങ്ങിപ്പോകുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ മുഴുവൻ ദൈവസാന്നിധ്യം പൊതിയാൻ പോവായിരുന്നു. നിന്നിൽ ഒരു വെള്ള പേപ്പറിൽ ഒരു പേന കൊണ്ട് ഒരു കുത്തിടുന്ന പോലും നിന്നിൽ ആ സാത്താന്യ പോരാട്ടം പാടില്ല. മനസ്സിലാക്കി തരിക. ഞാൻ ചില അനുഭവങ്ങൾ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലർ ഇന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ട്. സ്തോത്രം. എന്നും ഭിന്നതയുണ്ടാക്കുന്ന, എന്നും ഈ സാത്താൻ വലിയ തന്ത്രശാലിയുണ്ട്. വഴക്കുണ്ടാക്കുന്ന ആൾ പറയും, ശത്രു പ്രവർത്തിച്ചതാ പോട്ടെന്ന്. എന്തുവാ ശത്രു? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതൊരു വലിയ തന്ത്രമാണ്. സ്തോത്രം. പോട്ടെ, ഞാൻ ആ ഭാഗം പറഞ്ഞു നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നില്ല. ഒരു ഭാഗം നിങ്ങൾ ഓർക്കണം. ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ വീടിനെ എന്നും നിന്നെ രോഗിയാക്കുന്ന, എന്നും നിന്നെ കടക്കാരിയാക്കുന്ന,
എന്നും നിന്റെ കുടുംബത്തിൽ ഭിന്നത വിടുന്ന, കുഞ്ഞുങ്ങളിൽ നിന്നൊരു നന്മ അനുഭവിക്കാൻ കഴിയാത്ത ഏതോ ഒരു അന്ധകാരം കയറി വരിഞ്ഞു മുറുക്കുന്നുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുക, ഇന്ന് ആ മേഖല പൊട്ടും. അഭിഷേകമുള്ള ഏലീശാമാർ എഴുന്നേക്കാൻ പോവുക നിന്റെ വീടിനകത്ത്. ഒരു നല്ല ഹല്ലേലൂയ പറ. അപ്പൊ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ നോക്കിക്കുമ്പോൾ ഒരു കാഴ്ചയുണ്ടായി. ഞാൻ പെട്ടെന്ന് ആ ഭാഗത്തുനിന്ന് പോവാമേ. ആ കാഴ്ച എന്താന്ന് കണ്ടോ? ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ വീടിൻ്റെ മേൽ ദൈവത്തിൻ്റെ മേഘം ഇങ്ങനെ വന്നു നിൽക്കണം? ഒരാമയും വരുന്നില്ല. പ്രവാചകനായ യെശയ്യാവ് ജനത്തോട് പറയുന്നൊരു ദൂത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിൻ്റെ 2 വാക്യം നമുക്കൊന്ന് വായിക്കണം. സ്തോത്രം. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, മൂർച്ചയുള്ളൊരു വാള് പോലെയാക്കിയച്ച് തന്റെ കൈയുടെ നിഴലിൽ, ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. നിന്നെ അവൻ ഒളിപ്പിച്ചു വെക്കും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറയുക, ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ മിണ്ടുമ്പം നീ മിണ്ടാതെ, ചിലരൊക്കെ വായിട്ടലയ്ക്കുമ്പോൾ നീ വായിട്ടലയ്ക്കാൻ ഇരിക്കുന്നതിൻ്റെ കാരണം നിന്റെ വാ പ്രയോജനമുള്ള വായ. ഒരാമയും വരുന്നില്ല. ചില അന്ധകാരത്തിന് അതിരു വരയ്ക്കാൻ നിന്റെ വാ ദൈവത്തിന് വേണം. ചില ദുരാത്മാക്കളെ ശാസിക്കാൻ നിന്റെ അധരം ദൈവത്തിന് വേണം. ദൈവം പറയാ, ഞാൻ അവനെ എൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കുന്ന ദൈവമാ. ഇവിടെ ഇരിക്കുന്ന ആരാധിക്കുന്ന ചിലരോട് ആ ദൂത്, നിന്റെ മേൽ ഈ നിഴല് കിടപ്പുണ്ട്. ദൈവത്തിന്റെ നിഴലിലാ, നിഴലിന് പിറകിൽ ആളുണ്ട്. ശ്രദ്ധിച്ചേ, എൻ്റെ കൈ കാണിക്കുമ്പോൾ അതിനവിടെ ഒരു നിഴല് വരുന്നുണ്ടെങ്കിൽ ആ നിഴലിന് പിമ്പിൽ ഒരു കൈയുണ്ട്. ദൈവം പറയാ, ഞാൻ നിന്നെ എൻ്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കാം. നിന്നെ മിനുക്കി അമ്പാക്കി എൻ്റെ പൂണിക്കകത്ത് മറച്ചിടാം. എന്തിന്? ആവശ്യം വരുമ്പോൾ നിന്റെ വായെ ഞാൻ കയ്യിലെടുക്കും. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്റെ മേലൊരു നിഴല് വീണേ പറ്റൂ. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേര് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിറങ്ങിയപ്പം സ്തോത്രം, ഒരു ഇടിമുഴക്കത്തോടെ അഗ്നിനാവുകൾ ഓരോരുത്തവനെ മേൽ പതിഞ്ഞു. 5-ാം അധ്യായത്തിൽ വരുമ്പം പത്രോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ നടന്നു പോകുമ്പോൾ കൈ വെക്കണ്ട, കൈ തൊടണ്ട, അവൻ്റെ നിഴല് ഒരു രോഗിയുടെ മേൽ തട്ടിയാൽ തട്ടിയവനെല്ലാം ഹീലായിട്ടുണ്ട്. ഓ, ദൈവസാന്നിധ്യം വഹിക്കാൻ ചിലരെ വേണം. നീ ഒരു ദേശത്തൂടെ നടന്നു പോകുമ്പോൾ ആ ദേശത്തിലെ അന്ധകാര ശക്തികൾ നിന്റെ നിഴലടിക്കുമ്പോൾ, ഓ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഇന്ന് ആദ്യത്തെ ദൂത് മനസ്സിലോട്ട് കേട്ടിക്കേ. ആമേ, ദൈവം നിന്റെ മേൽ നിഴലിടുകയാ. ഓ ഹല്ലേലൂയ. നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറാൻ പോകുന്നു. ആമേ, ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ ചില വിഷയം ഈ ദിവസങ്ങളിൽ നടക്കും. കാരണം ദൈവത്തിൻ്റെ മേഘം നിന്റെ മേൽ നിഴലിടുക. ഇതെന്തൊരു അത്ഭുതമെന്ന് പറയത്തക്കവണ്ണം ദൈവം ഇറങ്ങി വരുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 57-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, അതിനകത്തൊരു നിഴല് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴല്. എന്തുവാ? ദൈവത്തിൻ്റെ ചിറകിൻ്റെ 57-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം ഞാൻ പ്രാപിക്കുന്നു. നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. അമ്മ, ചിലര് വരുമ്പം ചിലരെ കുറിച്ച് കാണുന്ന കാഴ്ച അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു ചിറക് നിൽക്കുക. ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴല്. ദേണ്ടേ, നല്ല ബോവസ് കളത്തിലിറങ്ങി ചെല്ലുമ്പം രൂത്തെന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് കളത്തിൽ പറക്കിയ പാത്രവും കൊണ്ട് നിവർന്ന് നിന്ന് കൈകൂപ്പിയപ്പം ബോവസിന്റെ വാക്ക് കേട്ടോ, ഇസ്രായേലിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ. പച്ച മലയാളം എടി പെങ്കൊച്ചെ, നീ പേടിക്കണ്ടാടി. നീ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത മനുഷ്യർ നിന്നെ അനാഥയെന്നും വിധവയെന്നും പേര് വിളിക്കുമ്പോൾ ഞാൻ കാണുന്നു, നീ അനാഥയല്ല, നീ വിധവയല്ല, നിന്റെ മേളില് ഒരു ചിറക് വിരിച്ചു നിൽക്കുന്നു.
ഓ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ദൈവാത്മാ പറയാ, ചിലർ രക്ഷപ്പെടാൻ സമയമായി, ചിലരുടെ കരച്ചിൽ തീരാൻ സമയമായി, ചിലരുടെ സങ്കടം സ്തോത്രം സ്തോത്രം. വീട്ടുകാരെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച്, ബാല്യക്കാരെ പേടിച്ച്, നാടും വീടും വിട്ടൊരു പെങ്കൊച്ചിറങ്ങിത്തിരിക്കുക. അവളോട് അമ്മായിയമ്മ പറഞ്ഞു, മോളെ പറക്കാൻ പൊക്കോ. ഓരോ വയലിൽ ചെല്ലുമ്പോഴും വയലിൻ്റെ നേതാക്കന്മാർ പറയും, നോ, ഇറങ്ങാൻ പാടില്ല. ഒരു വയലിൽ ചെന്നപ്പോൾ ആളില്ല. ആരോടും ചോദിക്കാതെ ചാടി വയലിലിറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് പറക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പറക്കിക്കൊണ്ടിരിക്കുമ്പം സ്തോത്രം ബോവസ് രംഗത്ത് വരിക. ബോവസ് വന്നേച്ച് പറയുകയാണ്, സ്തോത്രം, നീ നിന്റെ അമ്മായിയമ്മയ്ക്ക് ചെയ്തല്ല നാട്ടിപ്പാട്ടാ, പക്ഷെ നാട്ടിക്കട്ട പാട്ടിനേക്കാൾ വലിയ കാഴ്ച ഞാൻ കാണുന്നു. നീ ഒരു ചിറകിൻ്റെ കീഴിലാണ്. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. ഇന്നെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നീ ഗതി പിടിക്കത്തില്ലെന്ന് നാടെല്ലാം വിധി പറഞ്ഞാലും നിന്നെ ഗതി പിടി. അമ്മായിയമ്മ മരുമോളും കൂടെ കൈപിടിച്ചു പോകുമ്പം നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരും ചോദിച്ചു, ഇവരെങ്ങനെ രക്ഷപ്പെടാനാ? അവള് പറഞ്ഞ്, എന്നെ നവോമി എന്ന് വിളിക്കല്ലേ, മാറ എന്ന് വിളിച്ച് സ്വയം ആഹാരം വെച്ച് കഴിക്കാൻ പോലും കഴിയാതെ സങ്കടപ്പെട്ടിരുന്നവളെ കുറിച്ച് പറയുക, ഞാൻ കാണുന്നടി നിന്റെ മുകളിൽ ഒരു ചിറകുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ തലയ്ക്ക് മുകളിൽ മന്ത്രവാദമല്ല നിൽക്കുന്നത്, നിന്റെ തലയ്ക്ക് മുമ്പിൽ ദുഷ്ടശക്തി. യേശുവേ യേശുവേ, ഹല്ലേലൂയ. അസാധാരണ ദൈവ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ. നിന്റെ ചരിത്രം നീട്ടുന്നൊരു ദൈവപ്രവൃത്തി ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ ചില വീടുകൾക്കകത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തെ ശാസിക്കുക. ഇനിയും നിന്റെ വീടിൻ്റെ മുകളിൽ അത് വേണ്ട. നിന്റെ വീടിൻ്റെ മുകളിൽ ഒരു ചിറക് വിരിച്ചു നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് യെസ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ 91 സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയോ? 91 സങ്കീർത്തനം എടുക്കുക. സ്തോത്രം. എടുത്തേച്ച് അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുക. സ്തോത്രം. പെട്ടെന്ന് വായിക്കുക, ഭാഗത്തുനിന്ന് പോകണം. ദൈവത്തിന്റെ സ്തോത്രം. 91 സങ്കീർത്തനം 1-ാം വാക്യം. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ പറയുക, ഞാൻ എവിടാ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇല്ല, ഞാൻ ഒരുവന്റെ നിഴലിന്റെ കീഴിലാണ്. മിണ്ടുന്നില്ല. ഞാൻ ഒരുവന്റെ, ഒന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നിഴലിൻ്റെ കീഴിലാന്ന് പറ. നിഴലെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ? നിന്റെ അടുക്കൽ നിപ്പുണ്ട് ദൈവം, അവൻ്റെ നിഴലാ നിന്റെ മേലെ. അതുകൊണ്ട് അവൻ പറയാ, എനിക്ക് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന മഹാമാരികളും ഉച്ചകളിൽ നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് പേടിയില്ല. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഒരുവന്റെ നിഴലിലാണ്. സ്തോത്രം ചെയ്യാവുന്നവരെ ചെയ്യാവൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇച്ചിരൂടെ ശ്രദ്ധയോടിരുന്ന ഈ ദൂതിൻ്റെ പ്രധാന ഭാഗത്തേട്ട് വരട്ടെ. ഇതെല്ലാം വിവരിച്ചുകൊണ്ട് വരുന്നത് എന്താ? നിന്റെ വീടിനെ മൂടുന്ന അന്ധകാര മേഖല. ഇന്നത്തെ ആരാധന അഴിയണം. ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം. ഇന്ന് വയറുവേദന, നാളെ കണ്ണുവേദന, മറ്റന്നാൾ തലവേദന, പിറ്റേന്ന് ചെവിക്ക് വേദന, പിറ്റേന്ന് മോക്ക് പ്രശ്നം, മരുമൊഴി പ്രശ്നം. രോഗം ഒഴിഞ്ഞിട്ടൊരു ജീവിതമില്ല. നിന്നെ മൂടുന്ന അന്ധകാരം ഇന്ന് കീറി. യേശുവിന്റെ നാമത്തിൽ റബല ബഡബല ബഡബല ഹസ്തക പ്രവാദകസി, നിന്നെ മൂടുന്ന ദൈവത്തിന്റെ ചിറക്. നമ്മൾ ഇനി ആ ഭാഗം പറഞ്ഞു നിന്നാൽ ആ ദൂത് അവിടെ തീരത്തിൽ. ഇനിയും കുറേ കാര്യം പറയാനുണ്ട്, അവിടെ വിടുക. സ്തോത്രം. മറിയരടുക്ക ചെന്നേച്ച് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ബാക്കി പറ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഒരാമയും വരുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന എന്നാന്നറിയാമോ? സ്തോത്രം. ഒത്തിരി പേര് കൊതിച്ചിട്ട് നടക്കാത്തത് നിന്നിൽ നടക്കാൻ പോവാ. നിന്നിൽ ഉരുവാകുന്നതിന് പിമ്പിൽ രക്തബന്ധങ്ങളില്ല. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം കൂടെ പറയുക. ചില പ്രവചന നിവർത്തിക്ക് വേണ്ടി നിന്നെ കണ്ടേക്കുക. ചില ദൂതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നെ ദൈവം കണ്ടേക്കുക. ഇങ്ങനെയും ദൈവം ചെയ്യുമോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ചില കാര്യം ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? സ്തോത്രം. ഈ ദൂതെല്ലാം കിട്ടിയവള് തുള്ളിച്ചാടുന്നൊരു ഭാഗമായി ഇവിടെ വായിച്ചത്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധൻ തന്നെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
3 ദൂത് ഈ വാക്യത്തിലുണ്ട്. ഈ 3 ദൂതിനെ ഒന്ന് വിവരിച്ചുകൊണ്ട് വരാൻ പോവുക. 1, ശക്തനായ ദൈവം. 2, വലിയവ ചെയ്യുന്ന ദൈവം. 3, തലമുറ തലമുറയായി കരുണ തീർന്നു പോകാൻ അനുവദിക്കാത്ത ദൈവം. ഓ ജീസസ്, ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. ചിലരോടൊക്കെ ദൈവം ഇന്ന് കരുണ കാണിക്കും. ചിലർക്ക് വേണ്ടി ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. നിന്റെ കുടുംബത്തിൽ ആർക്കു വേണ്ടി നടക്കാത്ത ചില കാര്യം ഇന്ന് പ്രയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി യേശു ചെയ്യട്ടെ. ഇങ്ങനെയും ദൈവം ചെയ്യുമോ എന്ന് മറ്റുള്ളവർക്ക് ചോദ്യചിഹ്നമാ. ജീസസ് ജീസസ്. അപ്പം ദൈവത്തിന് സദ. അപ്പം നമ്മുടെ ദൈവം ശക്തനായ ദൈവം. വാക്ക് ശക്തനായവൻ. ഞാൻ പണ്ടൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് 3 കാര്യം പറഞ്ഞാന്നു. 1, ദൈവം ശക്തനാണ്. 2, ദൈവം സർവശക്തനാണ്. 3, ദൈവം മഹാശക്തിമാനാണ്. ദൈവം ശക്തനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം മഹാശക്തിമാനാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ ഒളിച്ച് പറയാം, ദൈവം ശക്തനാണ്. ഒന്നുകൂടെ പറ, ദൈവം സർവശക്തനാണ്. 3, ദൈവം മഹാശക്തനാണ്. നീ കൊണ്ടുവന്ന വലിയ വിഷയത്തിനകത്ത് ദൈവം സംസാരിക്കാൻ, ഞാൻ ശക്തനാ, എൻ്റെ പേര് സർവശക്തനാ, ഞാൻ മഹാശക്തനാ. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യം ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം, മഹാശക്തിമാനായ ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ പോവുക. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? രണ്ടാമത്തെ ആ പദം ഞാൻ എടുക്കുന്നില്ല. ദൈവം ശക്തനാണെന്ന് തെളിയിച്ചാൽ മണിക്കൂറുകൾ വേണം. രണ്ടാമത്തെ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ വലിയവ ചെയ്യുന്ന ദൈവമാണ്. എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ ദൈവം വലിയവ ചെയ്യാൻ പോവാ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇവിടെ ലക്ഷക്കണക്കിന് പ്രാർത്ഥനാ വിഷയം ഇരിപ്പുണ്ട്. ആ വിഷയത്തിൽ ദൈവം വലിയവ ചെയ്യാൻ പോവാ. നിനക്ക് വേണ്ടി മാത്രം, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം എൻ്റെ യേശു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഈ വർഷം തീരുന്നതിന് മുമ്പ് നീ ഒരു വാർത്ത കേൾക്കും. ആ വാർത്ത ഇതായിരിക്കും, ദൈവം എനിക്ക് വേണ്ടി. സ്തോത്രം. യോബിൻ്റെ പുസ്തകത്തിൽ സുന്ദരമായൊരു വാക്യമുണ്ട്. അതൊന്ന് വായിക്കും. 9-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും വൻകാര്യങ്ങളും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യും. ചിന്തിക്കാൻ വയ്യാത്ത അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ വൻകാര്യങ്ങൾ നടക്കുമെന്ന് പറ. ഓ ഹല്ലേലൂയ. നിന്നെ കഴിഞ്ഞ രാത്രി കരയിപ്പിച്ച വിഷയത്തിനകത്ത് ഒരു വൻകാര്യം നടക്കാൻ പോവാ. കഴിഞ്ഞ 3-4 മാസമായിട്ട് നിന്റെ ലൈഫിനെ കുഴച്ച വിഷയത്തിനകത്ത് ചിലരെ തൊട്ട് ദൈവം സംസാരിക്കുക. ദൈവം ഒരു വൻകാര്യം. 126-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. സ്തോത്രം. ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ചിലരെ ദൈവം തൊട്ട് പറയുക. മറ്റ് പലരെ മാറ്റി നിർത്തിയിട്ട് യഹോവ നിന്നിൽ ചില വൻകാര്യങ്ങൾ ചെയ്യാൻ പോവാ. സ്തോത്രം. അവര് ഇവിടെ ബാബേൽ പ്രവാസത്തിൽ അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജനം ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് സന്തോഷിക്കുന്ന സന്തോഷമാണ്. ഞാൻ ഒരു വെളിപ്പാട് ഈ വാക്യത്തിൽ നിന്നോട് പറയാം. സ്തോത്രം. ആരും സന്തോഷിക്കാത്തതുപോലെ നീ സന്തോഷിക്കുന്ന ചില ദിവസങ്ങൾ വരുന്നുണ്ട്. നീ കരഞ്ഞപ്പോൾ ചിലർ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ താമസിക്കാതെ നീ ചിരിക്കുമ്പോൾ വേറെ ചിലർ കരയും. മനസ്സിലായില്ല. ജീസസ്, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ജീസസ്, നീ കരഞ്ഞപ്പോൾ ചിലർ നിന്റെ അപ്പുറത്തെ വീട്ടിൽ ചിരിച്ചു. പക്ഷെ ഇനി നീ ചിരിക്കാൻ പോവാ. നിന്റെ വിലാപം നൃത്തമാകാൻ പോവാ. നീ ഇവിടെ ചിരിക്കുമ്പോൾ ഈ 137-ാം സങ്കീർത്തനത്തിലെ അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴേ, സ്തോത്രം, അവർ ബാബേൽ നദിയുടെ തീരത്തിരിക്കുക. 1-ാമത്തെ വാക്യം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു. ഞങ്ങളിപ്പം ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഞങ്ങളിപ്പോ എവിടെ ഇരിക്കുക? ബാബേൽ നദിയുടെ തീരത്തിരിക്കുക. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തു? കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കി. ഞങ്ങൾ കൈപിടിച്ച് വായിച്ചുകൊണ്ടിരുന്ന കിന്നരം ഇപ്പൊ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. അത് അലരി വൃക്ഷത്തെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടേക്കുക.
ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ, ഞങ്ങളെ ബന്ധിച്ചോണ്ട് വന്നവര് സിയോൻ ഗീതങ്ങളിൽ ഒന്ന് അവരോട് ചൊല്ലുവിൻ. പറയാ, നിങ്ങൾ സ്തോത്രം, അലവൃക്ഷത്തെ തൂക്കിയിട്ടേക്കുന്ന കിന്നരമൊക്കെ എടുത്തേച്ച് ആ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടാൻ പറഞ്ഞു. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ പീഡിപ്പിച്ചവർ ചോദിച്ചു, നിന്റെ സന്തോഷവും പാട്ടും വീണയൊക്കെ എവിടെ പോയടാന്ന് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത്, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് എങ്ങനെ പാടും? യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. ഞാൻ പറയാ, ദൈവത്തിന് സ്തോത്രം. അവര് ചോദിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ എങ്ങനെ ഈ ഗീതം അന്യദേശത്ത് പാടും? ഇനി ഞങ്ങൾക്ക് പാടാൻ പറ്റുകയില്ല, ഞങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയി, ഞങ്ങളുടെ പാട്ട് നിന്നുപോയെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 126 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലോട്ട് തിരിച്ചു വരാം. എന്നിട്ട് അവിടെ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ അവര് പറയാണ്, ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഞങ്ങളുടെ ലൈഫിൽ നടന്നു, ഇപ്പൊ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു. എത്ര പേർക്ക് ആമീൻ പറയുന്നുണ്ട്? നിന്നെ ഒത്തിരി കരയിപ്പിച്ച വിഷയത്തിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റാതെ സ്വപ്നം കാണുന്നവനെ പോലെ ആ വിഷയത്തിന്റെ വിടുതല് നീ പറയാൻ പോവുക, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ലബരഗമ, നീ കുനിഞ്ഞിരുന്ന് കരഞ്ഞത് മതി, നിന്ന കേട്ടത് മതി, അപമാനം കേട്ടത് മതി. യഹോവ നീ സ്വപ്നം കാണുന്നവനെ പോലെ. ഈ നമ്മുടെ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ യഥാർത്ഥമായിട്ട് ആ ദൈവവൈദ്യന്റെ ജീവിതം സത്യത്തിൽ സ്വപ്നം കാണുന്ന പോലെ. പത്രോസിനെ ഏതാണ്ട് ഇരുമ്പഴിക്കകത്ത് പൂട്ടിയിട്ടേക്കുക. സ്തോത്രം. സ്ട്രോങ് കാവല. കാര്യം മുമ്പുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലന്മാരെ പൂട്ടിയിടും, രാവിലെ അവർ പള്ളി പ്രസംഗിക്കും. ഇവർ ചെന്ന് നോക്കുമ്പം പൂട്ടിയിട്ടേക്കുന്ന ജയിൽ അതുപോലെ താഴിട്ടേക്കുക. അപ്പം അതുകൊണ്ട് രാജാവ് ഓർഡർ ഇട്ടു, ഇവനെ സൂക്ഷിച്ചോണം. ആരാണ്ടൊക്കെ വന്ന് രാത്രി പൂട്ട് തുറക്കും. അതുകൊണ്ട് ഇവരെല്ലാം സൂക്ഷ്മതയോടെ നിൽക്കുക. പക്ഷെ രാത്രി ദൂതൻ വന്ന് പത്രോസിനെ തട്ടി ഉണർത്തി. രാജാവ് കെട്ടിയ ചങ്ങല ദൂതന്റെ ഒറ്റ തട്ടിപ്പൊട്ടു. മിണ്ടുന്നില്ല. ആര് കെട്ടിയ ബന്ധനവും ദൂതന്മാരിറങ്ങി തൊട്ടാൽ ചങ്ങല തന്നെ പൊട്ടും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിന്നെ ഒന്ന് തൊട്ടാൽ, നിന്നെ എവിടെ ബന്ധിച്ചിട്ടാലും ആ യേശുവേ 10 വർഷം നിന്നെ കൊഴപ്പിച്ച വിഷയത്തിന്റെ ചങ്ങല ഇന്ന് ഈ ആരാധനയ്ക്ക് നടുവിൽ ദൂതൻ തൊട്ടു, ചങ്ങല പൊട്ടി. നിങ്ങളിപ്പോ മനസ്സിൽ പറഞ്ഞില്ലയോ, കർത്താവേ ആ ചങ്ങല പൊട്ടണേ? പൊട്ടും. ആ ചങ്ങല പൊട്ടും. ദൂതൻ തൊട്ടു, ചങ്ങല പൊട്ടി. പത്രോസ് എഴുന്നേറ്റു. ദൈവം പറഞ്ഞു, വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ. 1-ാം കാവല് കടന്നു, 2-ാം കാവല് കടന്നു, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ. പത്രോസ് ഇങ്ങനെ തുറക്കുവോ? അങ്ങോട്ട് കയറ്റിയപ്പോ ഇനി ഇറക്കത്തില്ലെന്നാ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, നീ ഇറങ്ങിപ്പോരെ, നിന്നെ ഉള്ളിൽ കയറ്റി ഒതുക്കാൻ ചിലർ നോക്കുന്നുണ്ട്. ദൈവം പറയാ, അവിടെ കിടക്കത്തില്ല, പുറത്തു പോരെ. 1-ാം കാവല് കടന്നു, 2-ാം കാവല് കടന്നു, ഇരുമ്പ് വാതിൽ. സ്വതവേ ഒരാമയും വരുന്നില്ല. 2 ആനകളാ പട്ടണവാതിൽ അടയ്ക്കുന്നേ. ഇവിടെ തുറക്കാൻ ആന വേണ്ട. ആന അടച്ച വാതിൽ തുറക്കാൻ ആന വേണ്ട. ദൈവത്തിന്റെ വാക്കുമതി. തുറന്നു. പത്രോസ് പറയാ, പത്രോസ് തലക്കടിക്കുക, സുബോധമില്ല. ഞാൻ എവിടാ? അയ്യോ, ഇന്നലെ രാത്രി ജയിലിൽ, ഇന്ന് രാവിലെ പട്ടണത്തിൽ. എനിക്ക് എന്താ സമയം? സ്വപ്നം കാണുക. ഞാനിവിടെ ഒരു ദൂത് പറയുക, ചില കാര്യത്തിന്റെ വിഷയത്തിന്റെ വിടുതലിന് നീ സ്വപ്നം കാണാൻ പോവുക. അന്ന് ഞങ്ങൾ സിയോനിലെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ. ഞാനൊരു ദൂത് പറയാം, നിന്റെ വീട്ടിൽ ആർക്കും നടക്കാത്തൊരത്ഭുതം നിനക്ക് യേശു ചെയ്യാൻ പോവാ. ഈ കടബാധ്യത നിന്റെ അവസാനമല്ല, ഈ രോഗം നിന്റെ അവസാനമല്ല. ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ ദൈവത്തിന് തെളിയിക്കണം.
സ്തോത്രം. ശ്രദ്ധിച്ച ഇച്ചിരൂടെ ഗഹനായിട്ട് വാം. അവര് പറയുക, ഞങ്ങൾ അന്നേരം എന്തുമായിരുന്നു? സ്വപ്നം കാണുന്നവരെ പോലെ. ചിലക്ക് പറഞ്ഞു, അയ്യോ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. കർത്താവ് ചെയ്താ, അടുത്തിരിക്കുന്ന ദൈവം ചെയ്താൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയെന്ന് പറ. ഇനി ഒരു കുതൂഹലം പറയാം. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ദൈവം ചെയ്യുമെന്ന് നിനക്കൊന്ന് വിശ്വസിക്കാവോ? ജീസസ്, ജീസസ്. നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നീ കൈ ഉയർത്തി സ്തോത്രം പറയുമ്പോൾ ചിലർ കളിയാക്കുന്നെങ്കിലും നീ പറയുന്ന സ്തോത്രത്തിന്റെ വില നിനക്കറിയാം. എൻ്റെ ചിന്ത, എൻ്റെ കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്ന ആൾ ഞാനാ. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു സ്വപ്നത്തിലാണ്. എന്തുവാ നടക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ഒരാമയും വരുന്നില്ല. ഇതുപോലെ ചിലതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെ കയറുകൊണ്ട് കെട്ടിമുറുക്കി ഒരു കട്ടിലെ കിടത്തി വെള്ളമെന്ന് ചോദിപ്പിക്കാൻ സാത്താൻ പദ്ധതി ഇട്ടെങ്കിൽ ഇന്ന് ദൈവം പറയുക, ആ കെട്ടഴി എഴുതിയിട്ടോ. ചില കാര്യത്തിൽ നീ സ്വപ്നം കാണുന്നവനെ പോലാവും. ഞാൻ വചന വെളിപ്പാടാ പറയുന്നേ. കാരണം ദൈവം നിനക്ക് വൻകാര്യങ്ങൾ ചെയ്യാൻ പോവാ. നിന്നെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രവാചകന്റെ ഭാര്യ പറയുക, ദേണ്ട കർത്താവിനെ വിളിക്കാൻ ഇറങ്ങി, എൻ്റെ കുടുംബത്തിൽ കടക്കാർ കയറി ഇറങ്ങുക. എടി പെങ്കൊച്ച ഒന്നും മിണ്ടാതിരി. കടക്കാർ കയറിയത് എന്തിനാ? ആരുടെ വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടത്താൻ ദൈവം തീരുമാനിച്ചു. യേശുവിൻ്റെ നാമത്തിൽ. ഇയ്യോബ് ഉണ്ടായിരുന്നേ. ഇപ്പൊ വിളിച്ചു വരുത്തി വെച്ച് നമുക്ക് ചോദിക്കാം, 7000 ആടിൻ്റെ തൊഴുത്ത് വേണോ, 14,000 ആടിൻ്റെ തൊഴുത്ത് വേണോ? 500 കാള വേണോ, 1000 കാള വേണോ? ഉണ്ടോ? മിണ്ടുന്നില്ല. 500 പെൺകഴുത വേണോ, 1000 പെൺകഴുത വേണോ? ദാസിദാസുമാർ ഇത് വേണോ, ഡബിള് വേണോ? ഡബിള് വേണം. എന്നാൽ നിന്നെ സാത്താൻ കയറി ഒന്ന് പാറ്റി. നീ എന്താ പറയുമെന്ന് അറിയണ്ടേ? ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പിണങ്ങി. ഇപ്പം സ്കൈലൈനിൽ താമസിക്കുക, മാറി 103-ാമത്തെ മുറി. നിങ്ങൾ എന്നെ നോക്കണം. പുള്ളി കാര്യം ചൊറിഞ്ഞോണ്ടിരിക്കുക. പുള്ളിയോട് ചോദിച്ചു, ഭാര്യ പോയല്ലോ, പോയി. പിള്ളേർ പോയല്ലോ, പോയി. സമ്പത്ത് പോയല്ലോ, പിന്നെന്തോ ഇതിനാ ഇരിക്കുന്നേ? പറഞ്ഞു, ഞാൻ പറയുന്ന എഴുതാവോ? പുള്ളി പറഞ്ഞു, എഴുതാവല്ലോ. പേപ്പർ എടുത്തു. പേപ്പർ പോരാ, ഇരുമ്പെഴുത്താടി വേണം. എവിടെ? അല്ല, പാറയിൽ എഴുതണം. എങ്ങനെ എഴുതണം? ഓടിപ്പോകുന്നവൻ വായിക്കത്തക്കവണ്ണം എഴുതണം. എന്ന് പറഞ്ഞാൽ തിരുവല്ലാക്കൂടെ ഒരുത്തൻ ഇങ്ങനെ ഓടിയാൽ അവൻ വായിക്കണം. എന്തുവാ വായിക്കണ്ടേ? എന്നെ വീണ്ടെടുക്കുന്നവൻ യേശുവിന്റെ നാമത്തില്. എനിക്കറിയാം, ഈ ദൂത് തീരുന്നതിന് മുമ്പ് ചില പൊളിച്ചുപണി നടക്കാൻ പോവുക. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി നിന്റെ വീടിനകത്ത് വെളിപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി. ഇയ്യോബ് പറയാ ഇരട്ടി. വേറൊരു കഥ അഭിഷക്തം പറയുക, ഇരട്ടി അല്ല, 1000 ഇരട്ടി. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യ്. നീ സ്വപ്നം കാണുന്നവനെ പോലാകുക. നിന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ? വിട്ടുതിരിയാത്ത വെളിപ്പാട് ഇതിനകത്ത് വ്യാപരിക്കുക. നിന്റെ രോഗബന്ധനം അഴിയും, നിന്റെ ശാപബന്ധനം അഴിയും, നിന്റെ ആഭിചാരം അഴിയും, നിന്റെ മന്ത്രവാദം അഴിയും, നിന്റെ പൂജാശക്തി അഴിയും. സ്തോത്രം. എത്ര പേര് മനസ്സിൽ പറയുന്നുണ്ട് വൻകാര്യങ്ങൾ നടക്കാൻ പോവാ? വചനം പ്രസംഗിക്കുമ്പോൾ വചനം വാഗൊണ്ട് പറയണം. നടന്നു പറയണം. ഞാനായിരുന്നു ഇപ്പോൾ ഇരുന്നോണ്ട് പറഞ്ഞു, വൻകാര്യങ്ങൾ നടക്കാൻ പോവാ. എൻ്റെ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ഭാവിക്കെതിരെ വൻകാര്യങ്ങൾ നടക്കാൻ പോവാ. എൻ്റെ പ്രോപ്പർട്ടിയെ ശത്രു ചവിട്ടി പിടിച്ചേക്കുക, പക്ഷേ വൻകാര്യങ്ങൾ നടക്കും. എൻ്റെ മിനിസ്ട്രിക്ക് മുമ്പിൽ വൻകാര്യങ്ങൾ നടക്കും. ദൂത് പറഞ്ഞ് സ്വീകരിച്ച് വൻകാര്യങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, അമ്മ നോക്കിയാൽ മതി, തൊണ്ടണ്ട പറ, വൻകാര്യം നടക്കാൻ പോവാ. വിരളിയുണ്ടി പറ, വൻകാര്യങ്ങൾ നടക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ. നീ ഏതു വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കടപ്പെട്ടോ, ആ വിഷയത്തിൽ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. പോലെ അന്ന് ഞങ്ങളുടെ വായിൽ. അടുത്തിരിക്കുന്ന നോക്കിയ ചോര ഉടനെ നിനക്കൊരു ചിരിക്കുള്ള വക. എന്നിട്ട് പോലും നിങ്ങളൊന്ന് ചിരിക്കുന്നില്ല. ചിരിച്ചാൽ കരയുമെന്നാ ചിലരെ മനസ്സിൽ കിടക്കുന്നത്. എൻ്റെ പൊന്നു ഭാഷ, ഇന്നലെ അങ്ങ് ചിരിക്കുകയും ചെയ്തു, വൈകിട്ട് കരയാനുള്ള വകയുണ്ടായി. അവിടെ മിണ്ടുന്നില്ല. അങ്ങനെയല്ല, ഒന്ന് സന്തോഷിച്ചേ. സ്തോത്രം. അന്ന്
ഞങ്ങളുടെ വായിൽ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. ഒരാമയും വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, നിന്നെ ചിലർ അമ്മ ഒതുക്കിയിട്ടച്ച് മാറിയിരുന്ന് നോക്കുന്നുണ്ട്. അവരെ കാണുക, നിന്റെ വായിൽ ചിരി വരണം. നിനക്ക് ചിരിക്കാനുള്ള വക യേശുവിൻ്റെ നാമത്തിൽ സദാര ദീപാന ഹത്തര കശസി. അന്ന് ഞങ്ങളുടെ വായിൽ ചിരി. ആരാധിക്കുന്ന ചിലരോട് പറയുക, 2023 തീരുന്നതിന് മുമ്പ് നിനക്ക് സന്തോഷിക്കാനുള്ള വക, നിന്റെ വായിൽ ചിരി വരാൻ. സ്തോത്രം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ വായിൽ എന്തോ ചെയ്യുന്നു? ആർപ്പ്. ഈ നിനക്ക് ഈ ദിവസങ്ങളിൽ നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നിനക്കാർത്ത് സ്തുതിക്കാനുള്ള വകയുണ്ടാകുന്നുണ്ട്. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കട്ടെ. നിന്റെ വീടൊരു വിരുന്ന് വീടാകട്ടെ. നിന്റെ മേൽ സാത്താൻ അടിച്ചു കെട്ടിയ മുദ്രകൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. അമ്മി, ഈ വാക്യം ഞാൻ കാണാതെ പഠിക്കാം. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും. ബാക്കി പറ. നാവിന്മേൽ ആർപ്പും. അമ്മി സ്തോത്രം. ശ്രദ്ധിച്ചേ, എൻ്റെ വായിൽ ചിരിയും, എൻ്റെ നാവിന്മേൽ ആർപ്പും. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എൻ്റെ വായിൽ ചിരിയും, എൻ്റെ നാവിന്മേൽ. ഇന്നലകളിൽ നിന്നെ ബന്ധിച്ചിട്ട് നിന്റെ കിന്നരം തൂക്കിയിട്ടപ്പം ശത്രു പറഞ്ഞു, ഇവിടെ നിന്ന് പാടുക പാട്ട്. നീ പാടത്തില്ലെന്ന് അവൻ അറിയാം. ആര് നിന്നോട് പാട്ട് ചോദിച്ചോ അവൻ്റെ മുമ്പിൽ നീ ചിരിച്ചോണ്ട് പാടും. യേശുവേ, യേശുവേ, യേശുവേ. അസാധാരണമായ ചില സംഭവങ്ങൾ കൊണ്ട് നിന്റെ ഉള്ളിനെ ദൈവം നിറയ്ക്കാൻ പോവുക. ഇതുവരെ നടക്കാത്ത ചില കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, ഇനി സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോണം. ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ഇന്നും പറയാൻ പോവാ. നിങ്ങൾ എന്നെ നോക്കി പറയാ. ഇന്നലകളിൽ നിന്റെ വീടിനെ നോക്കി ചിലര് പറഞ്ഞു, സങ്കടം. നാളെ പറയും, ഇങ്ങനെ ചെയ്യൂടാ. പാപ്പച്ചന്റെ വീട് നീ അറിഞ്ഞോ? എന്തുവാ അവിടെ ഇങ്ങനെ ചെയ്യോ? മുമ്പേ നിന്നെ കുറിച്ച് പുച്ഛം പറഞ്ഞുകൊണ്ടിരുന്ന ചിലര് നിന്നെ കുറിച്ച് ആശ്ചര്യത്തോടെ പറയുന്ന ദിവസങ്ങൾ വരുന്നു. അതാ ഇതിനകത്തെ ദൂത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ദൈവത്തിന് സ്തോത്രം. അടുത്തോട്ട് വായിച്ചു നോക്കി. ദൈവത്തിന് സ്തോത്രം. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. വെള്ളം ഒഴുകുന്നത് പോലെ ഒരു ഒഴുക്ക് നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോവുക. തെക്കേ നാട്ടിലെ തോട് പോലെ നിന്നെ അപകരിച്ചോണ്ട് പോലെ കയ്യിൽ നിന്ന് വെള്ളം ഊർന്നു പോരുന്നത് പോലെ. ഒരു വാക്യം കൂടെ വായിച്ചേച്ച് ഞാൻ പ്രസംഗം നിർത്താം. സ്തോത്രം. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം. സ്തോത്രം. ദേശമേ ഭയപ്പെടേണ്ട, ഉല്ലസിച്ച് സന്തോഷിക്ക. യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. തുള്ളനും വെട്ടിക്കിലിയും വിട്ടിലും അപഹരിച്ചുകൊണ്ടുപോയ സംവത്സരങ്ങളെ എൻ്റെ ജനത്തിന് മടക്കി കൊടുത്തേച്ച് പറയുക, നീ ഇനിയും പേടിക്കണ്ട, യഹോവ നിനക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കും. ഒരാമയും വരുന്നില്ല. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ വൻകാര്യങ്ങളെ ചെയ്യാൻ പോവാന്ന് പറ. ഞാൻ നിങ്ങളെ കുറച്ച് നേരം കൊണ്ട് കുറേ വാക്യം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പണി ഈ പ്രസംഗത്തിൽ വാക്യം പഠിപ്പിക്കലാണ്. സഹോദരം, ഇതുപോലൊക്കെ പഠിച്ചാൽ നീ രക്ഷപ്പെടും. ഡോക്ടർ അത് പറഞ്ഞു, ഡോക്ടർ ഇത് പറഞ്ഞു, സ്കാനിങ് റിപ്പോർട്ട് അങ്ങനെ പറഞ്ഞു, എക്സ്റേ ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. മെഡിക്കലി ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു. അതെല്ലാം കൂടെ സ്തോത്രം മാല പോലെ കുരുത്ത് കഴുത്തേലിടാതെ ഇന്ന് ആ മാല പൊട്ടിച്ചാച്ച ഇവിടുന്ന് വിടത്തുള്ളൂ. മിണ്ടുന്നില്ല. ഡോക്ടർ പറഞ്ഞതും
മെഡിക്കൽ കോളേജ് പറഞ്ഞതും സ്തോത്രം ഗൂഗിൾ പറഞ്ഞതും എല്ലാം കൂടെ കൊരുത്ത് മാല പോലെ കഴുത്തേലിടരുത്. അതൊക്കെ പൊട്ടിച്ചേച്ച് പറ, യഹോവ വൻകാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഒരാമയും വരുന്നില്ല. ജീസസ്, മരുന്നിന് ഞാൻ എതിരല്ല, മരുന്ന് കഴിക്കുന്നതിന് ഞാൻ എതിരല്ല. നീ കപ്പലണ്ടി കഴിക്കുന്ന പോലെ മരുന്ന് കഴിച്ചാലും സൗഖ്യം ദൈവത്തിൽ നിന്നാ. വിളിച്ചു പറയണം, നിന്നെ വിടുവിക്കാൻ ദൈവം ഇതിനകത്തുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, അമ്മ സ്തോത്രം, നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോവാ. നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോവാ. എത്ര പേർക്ക് ഇന്ന് ഇവിടുന്ന് പോകുമ്പം പറഞ്ഞുകൊണ്ട് പോകണം, അടുത്ത ആഴ്ച ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എൻ്റെ യേശു വൻകാര്യങ്ങൾ ചെയ്യും. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി യേശു വൻകാര്യങ്ങളെ ചെയ്യും. എൻ്റെ കുടുംബത്തിന് വേണ്ടി യേശു വൻകാര്യങ്ങളെ ചെയ്യും. എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത ചില വൻകാര്യം. നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം, കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാം. ഇത് ടൈത്ത് കൊടുക്കുന്ന കവറാ. ടൈത്ത് കൊടുക്കാത്തവർ ടൈത്ത് കൊടുക്കണം. അത് ഓഫറിങ് എടുക്കുന്നവരുടെ കയ്യിലുണ്ട്. ഇത് TV മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാ. ലോകം മുഴുവൻ യേശുവിൻ്റെ വചനം കഴിഞ്ഞ 15 വർഷമായിട്ട് ജീസസ് വോയിസ് നടത്തുക. നിങ്ങൾക്കും പങ്കാളിയാകാം. സ്തോത്രകാഴ്ച വലത് കരത്തിലെടുത്ത് ഉയർത്തിപ്പിടിക്കാം. ഇതിന് ശേഷം ഒരു ആരാധനയുണ്ട്. ആരാധനയെ വിടുതൽ നടക്കും. ആ സ്തോത്രകാഴ്ച ദൈവകരത്തിലൂടെ സമർപ്പിക്കാം. ഇന്ന് ഞാൻ തന്നെയായി ഓഫറിങ്ങിനെ ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. അത് കരത്തിൽ ഉയർപ്പിച്ച് നിൻ്റെ സാമ്പത്തിക തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുവിൻ്റെ നിഴൽ വീണ് കിടപ്പുണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ വരുമാന മാർഗത്തിനകത്ത് വിടുതൽ വേണം. ലൈവിൽ കാണുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം. കരത്തിൽ ഉയർത്തിപ്പിടിച്ചാട്ട്, ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. ഒത്തിരി പേരുടെ കൈ ശൂന്യമാകുമ്പോൾ ഇത് കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നിഴൽ വരട്ടെ. ജീസസ്, ദൈവം ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്യട്ടെ. ഞങ്ങളുടെ സാമ്പത്തിക വരുമാന മാർഗത്തിന്മേൽ ഒരു അത്ഭുതം നടക്കട്ടെ. പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശു ക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.